തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ച പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കൂടിയാണ് പോകുന്നത്. അതായത് ആരോഗ്യമന്ത്രിക്കെതിരെ പ്രചാരണവുമായി ആറന്മുള മണ്ഡലത്തിൽ പ്രചാരണത്തിൽ ഇറങ്ങിയിരിക്കുന്നു വയറ്റിൽ കത്രിക കുടുങ്ങിയ കോഴിക്കോട് സ്വദേശിനിയായ ഹർഷീന. UDF സ്ഥാനാർത്ഥി അബിൻ വർക്കിക്കൊപ്പമായിരുന്നു ഹർഷീനയുടെ പ്രചാരണം. അനുഭവങ്ങൾ കൊണ്ടാണ് പ്രചാരണത്തിന് ഇറങ്ങേണ്ടി വന്നതെന്നും അവഗണിച്ച് അപമാനിച്ചു വിടുന്ന ജനപ്രതിനിധികളെ അല്ല നമുക്ക് വേണ്ടതെന്നും ഹർഷീന പറയുന്നു. ആറന്മുളയിലെ വിവിധ ഭാഗങ്ങളിൽ വീണ ജോർജിനെതിരെ ആശാപ്രവർത്തകരും പ്രചാരണത്തിന് ഇറങ്ങിയിട്ടുണ്ട്. കൃഷ്ണമോഹൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. കൃഷ്ണമോഹൻ, നേരത്തെ തന്നെ ആരോഗ്യമന്ത്രി ഈ ഒരു സംഭവമായി അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതവുമായി ബന്ധപ്പെട്ടൊക്കെ നൽകിയ ഉറപ്പുകൾ അതൊക്കെ ഏതൊക്കെ തരത്തിൽ പാലിക്കപ്പെടാതെ പോയി എന്നൊക്കെ പലവട്ടം ഹർഷീനയ്ക്ക് സമരവുമായി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് മന്ത്രിയുടെ മണ്ഡലത്തിൽ അവർ പ്രചാരണത്തിലെത്തുമ്പോൾ എത്രമേൽ അമർഷം എന്നുള്ളത് വ്യക്തമാണ്. ഈ അബിൻ വർക്കി തന്നെ പറഞ്ഞിരുന്നു കെട്ടിവെക്കാനുള്ള പണമടക്കം ഹർഷീന ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയും കാഴ്ചയുമാണ്. എന്താണ് വിവരങ്ങൾ? അതാണ് രജനി. വളരെ സ്പഷ്ടമായി തന്നെ ആരോഗ്യമന്ത്രിക്കെതിരെ ശക്തമായ നിലപാട് പരസ്യമായി പറഞ്ഞുകൊണ്ട് UDF സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടിയുടെ ഭാഗമായി തന്നെ ഹർഷീന ഈ അവസാന ദിവസങ്ങളിലേക്ക് എത്തുകയാണ്. വളരെ രൂക്ഷമായും വളരെ വികാരപരമായാണ് അവർ സംസാരിക്കുന്നത്. അവരുടെ സമരപ്പന്തലിൽ കോഴിക്കോട്ട് എത്തി നെറ്റിയിൽ ഉമ്മ വെച്ച് പോയതാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പക്ഷേ ഒരു നീതിയും കിട്ടിയില്ല. പലവട്ടം നീതിക്കായി കേണു. ഹർഷീനയ്ക്കെല്ലാം നൽകിയെന്നാണ് മന്ത്രി പറഞ്ഞത്. ഒന്നും നൽകിയിട്ടില്ല. ചെറിയ നഷ്ടപരിഹാര തുക പ്രഖ്യാപിച്ച് അപമാനിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ തുടർ ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ ഒരു ഇരയായി അനാസ്ഥിടരയായി താൻ മാറിയിരിക്കുന്നു എന്നാണ് ഹർഷീന പറയുന്നത്. അതിൻ്റെ ഒരു പ്രതിഷേധം എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ, അതായത് കോടതിയിൽ പോയി നീതി തേടാൻ പറയുന്നവർ കോടതിയല്ല സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരും തനിക്ക് നീതി തരേണ്ടതെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് ആരോഗ്യമന്ത്രിക്ക് എതിരെ വലിയ ശക്തമായി തന്നെ UDF ക്യാമ്പിനൊപ്പം ഇന്നത്തെ പ്രചരണ പരിപാടിയുടെ ഭാഗമായി ഹർഷീന കോഴിക്കോട് നിന്ന് ഇവിടെ ആറന്മുളയിലെത്തി പ്രചരണത്തിനായി ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ശക്തമായി എല്ലായിടത്തും ആ കാര്യങ്ങൾ തനിക്ക് നീതി നിഷേധിക്കപ്പെട്ട കാര്യങ്ങൾ പറയുമെന്നാണ് ഹർഷീന പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം രജനി പറഞ്ഞൊരു മറ്റൊരു വശത്ത് സ്വതന്ത്രമായി, അതായത് അബിൻ്റെ ക്യാബിനൊപ്പമോ ഒന്നുമല്ല, സ്വതന്ത്രമായി തന്നെ ആശാപ്രവർത്തകരുടെ സംഘടന അവർ നമുക്കറിയാം 266 ദിവസം സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്തതാണ്. പിന്നീട് തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു വേളയിൽ എത്തിയപ്പോൾ ഒരു ചെറിയ ഓണറേറിയം പ്രഖ്യാപിച്ചു. പക്ഷേ അത് പോരാ എന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷേ കേന്ദ്രീകൃത സമരം എന്ന് അവർ അവസാനിപ്പിച്ച് ജില്ലകളിലേക്ക് അവരുടെ സമരം വ്യാപിപ്പിച്ച് ഇപ്പോഴും ആശാപ്രവർത്തകർ ജില്ലകളിൽ സമരം തുടരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ ഇലക്ഷനിൽ അവർക്ക് സർക്കാരിൽ നിന്ന് നിഷേധിക്കപ്പെട്ട നീതിയുടെ കാര്യം അന്നത്തെ പത്രവാർത്തകളും അവരുടെ ആവശ്യങ്ങളും നിവേദനങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ പത്തനംതിട്ട നഗരത്തിൽ നിന്ന് അവർ സ്വതന്ത്രമായി തന്നെ, സ്ഥാനാർത്ഥിക്കൊപ്പമല്ല, സ്വതന്ത്രമായി തന്നെ അവരുടെ സംഘടനയ്ക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ, നിലപാടുകൾ, സംസ്ഥാനത്തെ എല്ലാ ആശാപ്രവർത്തകരുടെയും വികാരങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ പ്രതിഷേധ രീതിയിൽ ആരോഗ്യമന്ത്രിക്കെതിരെ ഒരു പ്രചരണത്തിന് ആശാപ്രവർത്തകരും ആറന്മുള മണ്ഡലത്തിൽ ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ ശക്തമായ പ്രതിഷേധം ആരോഗ്യമന്ത്രിക്കെതിരെ വിവിധ കോണുകളിൽ ഇതേ രീതിയിൽ ഉയരുന്നുണ്ട്. നമുക്കറിയാം അബിൻ വർക്കി കെട്ടിവെക്കാനുള്ള കാശിൻ്റെ ഒരു ഭാഗം വാങ്ങിയത് തന്നെ അങ്ങ് ആലപ്പുഴ പുന്നപ്രയിൽ പോയി കത്രിക വയറ്റിൽ കുടുങ്ങിയ ആശാ ജോസഫിൻ്റെ കയ്യിൽ നിന്നായിരുന്നു. ആ രീതിയിൽ ആരോഗ്യമന്ത്രിക്കെതിരെ ഒരു പ്രചരണം ശക്തമായി UDF ഉയർത്തുമ്പോൾ മറുവശത്ത് ഇതേപോലെ സ്വതന്ത്രമായി തന്നെ തങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് സംസ്ഥാന വ്യാപകമായ പ്രചരണത്തിന് ആശാപ്രവർത്തകർ ഇറങ്ങുമ്പോൾ അവരുടെ സംഘടനയും അവരുടെ നേതാവ് മിനി അടക്കം തുടക്കമിടുന്നത് ആറന്മുളയിൽ വീണ ജോർജ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ നിന്നാണ്. അതോടൊപ്പം ഇപ്പോൾ UDF ക്യാമ്പിനൊപ്പം കണ്ടത് KK ഹർഷീന കോഴിക്കോട് നിന്നെത്തി ഇവിടെ പ്രചരണം നടത്തുന്നതാണ്. എന്തായാലും ഈ അവസാന ദിവസങ്ങളിലേക്ക്, ഈ അവസാന മണിക്കൂറുകളിലേക്ക് ഇലക്ഷൻ പ്രചരണം പോകുമ്പോൾ ഈ രീതിയിലുള്ള കാഴ്ചകളും പ്രചരണങ്ങളുമാണ് നൽകാനുള്ളത്.